ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ഞങ്ങളുടെ വ്ളോഗ് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ട്രാവലിംഗ് വ്ളോഗാണ്. അപ്പോൾ ഞങ്ങളുടെ യാത്ര വിശേഷിക്കും എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളത് വഴിയെ പറയാം. ഹലോ ഗൈസ്, സമയം ഇപ്പോൾ എത്ര മണിയാണെങ്കിൽ 8:30 ആയി. നമുക്ക് 8:40 വണ്ടി. 8:34 ഗൈസ്. ആദ്യത്തെ ട്രെയിൻ സിക്കാഗോയിലോട്ടായിരുന്നു. അത് 8:41 ഞങ്ങൾ ഇറങ്ങി 8:34. പക്ഷേ ഞങ്ങൾ ഓടി പിടിച്ച് അവിടെ ഒരു 8:39 എത്തി. 3 മിനിറ്റും കൂടി ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളത് വരാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുന്ന സമയത്ത് 2 വീഡിയോ ഒക്കെ എടുത്തു. ഹലോ ഗൈസ്, നാളെ ഞങ്ങൾക്ക് സ്ട്രൈക്കാണ്. അതുകൊണ്ടിട്ട് ഞങ്ങളുടെ ഈ എസ് കെ ബ്രിഗേഡ് ബസ്സില്ലാത്തതുകൊണ്ട് ഞങ്ങൾ സ്കൂളില്ലാന്നല്ല, ഞങ്ങൾക്ക് സ്കൂളിൽ പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് തന്നെ നാട് വിടുകയാണ്. എന്നിട്ട് സ്കൂളിൽ തുടങ്ങുന്നതിന് മുമ്പ് തിരിച്ചു വരും. അപ്പോൾ ഗൈസ്, നമുക്ക് പോയി യാത്രയിലൂടെ കാണാം. ട്രെയിനിൽ കയറി ഞാൻ കഴിയുള്ള ഫുഡാണ് കവറിലിരിക്കുന്നത്. ഇതൊക്കെയാണ് ഞങ്ങളുടെ യാത്ര വിശേഷം. ഞങ്ങളുടെ യാത്ര തുടരുകയാണ് ഗൈസ്. ഒരു ട്രെയിൻ അതേ വന്നിട്ടുണ്ട്. ഞങ്ങൾ ട്രെയിൻ കാണിച്ചു തരാം ഗൈസ്. ഗൈസ്, ഞങ്ങളങ്ങനെ ലൈറ്റ്സ് ഹാളയിലെത്തി. അതിനൊക്കെ അതേ നടന്നു വരുന്നുണ്ട്. നല്ല ഉറക്കരുന്ന് എഴുന്നേറ്റതേ ഉള്ളൂ. ഞങ്ങൾ അടുത്ത പ്ലാറ്റ്ഫോമിൽ തപ്പി പോവാണ് ഗൈസ്. ഞങ്ങൾ പ്ലാറ്റ്ഫോമൊക്കെ കണ്ടുപിടിച്ചു. വണ്ടി കയറിയപ്പോഴത്തേനും നമുക്ക് ട്രെയിൻ കണ്ടപ്പോൾ ഓർമ്മത് നാട്ടിലെ ടൂറിസ്റ്റ് ബസ്സായിരുന്നു. ഞങ്ങളിപ്പോൾ അങ്ങനെ രണ്ടാമത്തെ ട്രെയിൻ കയറി. രണ്ടാമത്താണോ മൂന്നാമത്തെയാണോ? രണ്ടല്ല, മൂന്നാമത്തെ ട്രെയിൻ കയറി. മൂന്നാമത്തെ ട്രെയിൻ. ടോട്ടൽ എത്ര ട്രെയിന്? 7 8 ഉണ്ട് എന്നാണ് എൻ്റെ ഒരു ഇത്. 7 ട്രെയിനും ഒരു എസ്പാനും. നമ്മൾ പൊളിക്കും. അല്ല ഗൈസ്, ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഭയങ്കര തുള്ളിച്ചാട്ടമായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ തണുത്ത് വിറച്ചിരിക്കുകയാണ്. വിൻ്റർ കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞു. പക്ഷെ പറച്ചില് മാത്രമേ ഉള്ളൂ, ഇവിടുത്തെ വിൻ്റർ കഴിഞ്ഞിട്ടില്ല. തണുത്തിട്ട് മനുഷ്യൻ്റെ കൈയൊക്കെ ചുമന്ന്. ഗ്ലൗസ് ഇടാതെ വലിയ കാര്യത്തിൽ വന്നതാണ്. വിൻ്റർ മാറിയല്ലോ, സമ്മർ തുടങ്ങിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കാല് തൊട്ട് മേല് വരെ തണുത്തിട്ട് വയ്യ. ഞാൻ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനിവിടുത്തെ വിറച്ചിരിക്കണം ഗൈസ്. ട്രെയിൻ ഇതുവരെ വന്നിട്ടില്ല. ഇപ്പോൾ വഴിവായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഡേ ബേ കാത്ത് തണുത്ത് വരച്ച് നിൽക്കുന്ന അനഘയോടൊപ്പം ക്യാമറമാൻ ഹാഷ്ന. അങ്ങനെ ഞങ്ങളവിടെ ഇരുന്ന് തണുത്ത് വരച്ചപ്പോഴാണ് ഒരു കോഫി കുടിക്കാമെന്ന് വിചാരിച്ച് നേരെ ഞങ്ങൾ എന്ത് ചെയ്ത് കടയിൽ കയറി ഒരു കോഫിയൊക്കെ വാങ്ങിച്ച് 2 രൂപ അങ്ങോട്ടും ഇങ്ങോട്ട് കുടിച്ചൊക്കെ കഴിഞ്ഞ് കുറേ നേരം അവിടെ നിന്ന് സംസാരിച്ചൊക്കെ ഇരുന്നു. നമുക്കൊരു സംസാരിക്കാൻ വേണ്ടി ഒരാളെ കിട്ടി, ഒരു അമ്മാമേനെ കിട്ടി. അങ്ങനെ ഞങ്ങൾ കുറേ നേരം ജർമ്മനിയൊക്കെ സംസാരിച്ചിരുന്നു. അത് നമുക്ക് വളരെ നല്ലൊരു അനുഭവമായിരുന്നു കേട്ടോ ഈ യാത്രയിൽ. അങ്ങനെ ഞങ്ങളുടെ ട്രെയിൻ വന്നു, 4ാമത്തെ ട്രെയിൻ. ഞാൻ ട്രെയിനിൽ നിന്നാണ് വോയിസ് ഓവർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയ പ്രശ്നങ്ങളുണ്ട്. അതായത് വേറെ ഒന്നുമല്ല, അനൗൺസ്മെൻ്റൊക്കെ ഇതിൽ കേൾക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ഷമിക്കണം ഗൈസ്. ആ ട്രെയിനിൽ കയറിയിട്ട് ഞാൻ ഫുൾ എഡിറ്റിംഗായിരുന്നു. അതായത് വെറുതെ ബോറടിച്ചപ്പോൾ 2 വീഡിയോ ഒക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയൊക്കെ ഇട്ട് 2 ട്രാൻസിഷനൊക്കെ കൊടുത്തിരിക്കുകയായിരുന്നു. പിന്നെ അതിനെപ്പോഴത്തേനും പുറത്തേക്ക് നോക്കിയപ്പോൾ ഞങ്ങൾ രാത്രി ഇറങ്ങിയതാ. ഇവിടെ നേരം വെളുത്തു. ഞങ്ങൾ അതൊക്കെ നോക്കി ഇരുന്നപ്പോൾ അയ്യോ ഇത്രയും നേരമായിരുന്നു അപ്പോഴാണ് അറിഞ്ഞത്. അത്രയും നേരം ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. പിന്നെ കാറ്റാടി കണ്ടു വണ്ടിയിൽ. അതായത് ട്രെയിനിൻ്റെ മുകളിൽ കാറ് കൊണ്ടുപോകുന്നു. അതൊക്കെ ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി യാത്രാവിശേഷങ്ങളായിട്ട് ഞങ്ങൾ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. കാരണം ഇത്രയും എഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി ഞാൻ അടുത്ത വീഡിയോയിൽ എഡിറ്റ് ചെയ്തിടുന്നതായിരിക്കും.